വർഷം 2050 ഒരു പുതിയ ലോകം, അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ രീതികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് 2050 പക്ഷേ നമ്മൾ കാണാൻ പോകുന്നത് ഇന്റലിജന്റ് ആയിട്ടുള്ള റോഡുകൾ, അതേപോലെ തന്നെ സ്വയം നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യരില്ലാത്ത കൺസ്ട്രക്ഷൻ സൈറ്റുകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ 2050 വരവേൽക്കാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ല. ഒരു പക്ഷേ 2050 കൂടി നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഇപ്പോഴത്തെ വേഗത വെച്ച് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2050 സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വരാൻ പോകുന്ന അതിശയകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഏറ്റവും സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു വീട് നിർമ്മിക്കണം അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കും അല്ലേ? എന്നിട്ട് നമ്മുടെ മൈൻഡിലുള്ള ആശയങ്ങൾ അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. അതായത് 4 ബെഡ്റൂം അല്ലെങ്കിൽ ഇന്ന ഡൈനിങ് ഹാൾ, ഒരു കോർട്ട്യാർഡ്, അതേപോലെ ലിവിംഗ് റൂം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെടുത്ത് പറയും അല്ലേ? അപ്പോൾ അവർ എന്ത് ചെയ്യും? കുറച്ച് സമയം എടുക്കും, മിക്കവാറും ഒരു 1 month ഒക്കെ സമയം എടുക്കാറുണ്ട്. അതിനുശേഷം അവർ കുറച്ച് ഡിസൈൻ നമുക്ക് തരും അല്ലേ? ആ ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പരിശോധിച്ചിട്ട് നമ്മൾ പറയും ഇതിന് തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ സജഷൻസ് ഒക്കെ പറയും. എന്നിട്ട് അത് തിരിച്ച് വീണ്ടും അവരുടെ അടുത്തേക്ക് പോകും. അവർ വീണ്ടും അതിൽ റീവർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ കയ്യിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ തരും. അപ്പോൾ അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിവിൽ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിൻ്റെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫേമിനെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ഫേമുകൾ ഉണ്ടാവും അല്ലേ? പല കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരുപാട് ഫേമുകൾ ഉണ്ടാവും. അവിടെയൊക്കെ നമ്മൾ പോയി കൊട്ടേഷനൊക്കെ എടുത്ത് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മെറ്റീരിയൽ സെലക്ഷന്, ലേബേഴ്സ്, ക്വാളിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവിടെ കൺസേൺസ് വരുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ കൺസ്ട്രക്ഷൻ ഫേമിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വർക്കേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രോപ്പർലി അത് എക്സിക്യൂട്ട് ചെയ്യാണ്. ഒരു 1 yearനുള്ളിലൊക്കെ ഒരു വീട് നിർമ്മാണമാണെങ്കിൽ പൂർത്തീകരിക്കുന്ന രീതിയിലായിരിക്കും ഇപ്പോഴത്തെ നിലവിലെ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കി നോക്കാം 2050 ആകുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും ഇതിൽ വരാൻ പോകുന്നത് എന്നുള്ളത്. ഇതേ ആൾ തന്നെ ചിന്തിക്കുകയാണ്, എനിക്കൊരു വീട് നിർമ്മിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആൾ ഒരിക്കലും ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തായിരിക്കില്ല പോവുക. മറിച്ച് 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഡിസൈൻസുകൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആർക്കിടെക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. ഒരു ആർട്ടിഫിഷ്യൽ ആർക്കിടെക്റ്റ്, ആ വേർഡ് ഞാനിപ്പോൾ യൂസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആർക്കിടെക്റ്റ് നമ്മളിപ്പോൾ ഒരു ChatGPT നമ്മൾ ഓരോ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്നില്ല, അതേപോലെ നമ്മൾ പറയുകയാണ് എനിക്ക് ഇന്ന രീതിയിൽ ഇത്ര റൂമുകളുള്ള, അതേപോലെ ഇങ്ങനത്തെ ഡൈനിങ്ങുള്ള, ഇങ്ങനത്തെ കോർട്ട്യാർഡുള്ള, ഇന്ന ഡിസൈൻ ഒരു വീട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ആയിരിക്കും നമുക്ക് അവർ നൽകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയും ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവരെന്നെ ചോദിക്കുന്നുണ്ടാവും, വുഡ് യു ലൈക്ക് ടു ഗെറ്റ് മോർ ആൻഡ് മോർ ഇമേജസ് എന്ന് അവർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാണ്? വീണ്ടും പുതിയ ഡിസൈൻസ് വരികയാണ് അല്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഡിസൈൻസുകൾ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ 3rd one ഓക്കെ ആണ്, ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് തരാൻ പറയാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അവരത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും തരുന്നുണ്ടാവുക. പിന്നെ നമ്മളെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മളൊരു സിവിൽ ഡ്രോയിങ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആ ഒരു ഡിസൈൻ എടുത്തിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ട് പ്ലീസ് ഗിവ് മീ കറസ്പോണ്ടിങ് 3D പ്ലാൻ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിവിൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്കൊരു സിവിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. സോ നമ്മുടെ പണി എന്ന് പറയുന്നത് ഒരു മാസം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് അതിൻ്റെ ഒരു പ്ലാൻ നമുക്ക് കിട്ടുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണ്? നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫേമിനെ കണ്ടെത്തണം അല്ലേ? അപ്പോൾ നമ്മൾ ആ കൺസ്ട്രക്ഷൻ ഫേമിനെ കണ്ടെത്തുന്നതിന് മുന്നേ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അടിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫേമിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. അത് നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്ന ലൊക്കേഷനിൽ നമുക്ക് ഇന്ന റേറ്റിൽ ചെയ്തു തരാൻ പറ്റുന്ന ഫേംസുകൾ ആരൊക്കെയാണ്, അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്തിട്ട് അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ടാവും? തിരിച്ച് നിങ്ങളെടുത്ത് പറഞ്ഞുതരും ഇന്ന പ്ലാറ്റ്ഫോമിൽ ആണ് നിങ്ങൾക്ക് പോകാൻ ഏറ്റവും സൗകര്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഫേമുമായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? കൊട്ടേഷൻ എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ പോകേണ്ട കാര്യമില്ല, അവരിങ്ങോട്ട് കൊട്ടേഷൻ തരേണ്ട കാര്യമില്ല. നമ്മുടെ റിക്വയർമെൻറ്റ് ഇതാണ്, ഇതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഇതാണ് എന്നുള്ളത് അവർ നമ്മളെടുത്ത് തന്നെ എന്ത് ചെയ്യാണ്? ഇൻഫോം ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫേം എന്താ പറയുക? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വർക്ക്
ഡേ ആഫ്റ്റർ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന അവർ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഒരു വീടെടുക്കണം എന്നുള്ള ചിന്ത തുടങ്ങിയിട്ടുള്ളത് ഒരു പക്ഷേ തലേന്ന് രാത്രി ആയിരിക്കും, വേണമെങ്കിൽ നാളെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള റിപ്ലൈ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. സിംപ്ലി പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഫോൺ ഓർഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അത് തൊട്ടടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി തരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മളൊരു വീട് നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് നിർമ്മാണത്തിൽ നമ്മൾ അതിൻ്റെ ഒരുപാട് എന്താ പറയുക പ്രോസസ്സുകൾ വിത്തിൻ അവേഴ്സ് അവരെന്ത് ചെയ്യാണ് റീസോൾവ് ചെയ്ത് തരികയാണ്. ഇനി ആ കൺസ്ട്രക്ഷൻ ഫേം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ ഒരു പക്ഷേ ഒരു സയൻസ് ഫിക്ഷൻ കഥയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി കൺസ്ട്രക്ഷൻ ഫേമിൻ്റെ ആ ഒരു എന്താ പറയുക അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ ഈ വർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊന്ന് കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ഒരു മോഡലിംഗ് തയ്യാറാക്കുന്നുണ്ടാവും. അതായത് ഈ ഒരു വീട് ആ കൺസ്ട്രക്ഷൻ ഫേം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അത് നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസൈൻ നമുക്ക് അവർ തരുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു വിർച്വൽ റിയാലിറ്റി സെറ്റപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളത് മുഴുവൻ നടന്ന് കാണുകയാണ്. നമ്മൾ നേരെ നമ്മുടെ നിർമ്മിക്കാൻ പോകുന്ന വീടിൻ്റെ നമ്മൾ ഡൈനിങ് കാണുന്നു, ലിവിങ് കാണുന്നു, കിച്ചൺ കാണുന്നു, ബെഡ്റൂമുകൾ കാണുന്നു, അതിൻ്റെ ഡിസൈൻസ് കാണുന്നു, നമ്മളതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കാണുന്നു, അതേപോലെ എക്സ്റ്റീരിയർ കാണുന്നു, അതിൻ്റെ എല്ലാ ഇൻറ്റീരിയർ ഡിസൈൻ, അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, അതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷേ സ്റ്റിൽ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആക്ച്വലി തോന്നുന്ന രീതിയിലുള്ള ഒരു VR എഫക്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയാണ് എന്ന 100% ഉറപ്പായ ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ നമുക്ക് ഇന്ന ഡിസൈൻസിൽ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ സജഷന് ശേഷം നമുക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ആ ഒരു വീട് നിർമ്മാണം ആരംഭിക്കുകയാണ്. ഈ വീട് നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് വർക്കേഴ്സ് വന്നിട്ട് അവരുടെ ഹ്യൂമൻ വർക്കേഴ്സ് വന്നിട്ടായിരിക്കും അവരുടെ വർക്ക് നടക്കുന്നുണ്ടാവുക എന്നുള്ളത്? ഒരിക്കലുമല്ല. ഒരു പക്ഷേ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ റോബോട്ട്സ് ആയിരിക്കും അല്ലേ. അവരായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, വളരെ ഹാർഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം ഫൗണ്ടേഷൻ്റെ ഇതാണെങ്കിലും ശരി, അതേപോലെ തന്നെ ബാക്കി എല്ലാ പ്രോസസ്സുകളും ആ ഒരു കോൺക്രീറ്റ് എടുക്കുന്നതാണെങ്കിൽ എല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ടാവും, A to Z ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ റോബോട്ടുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവരുടെ വർക്ക് സൂപ്പർവിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അവിടെ ഒരു സൈറ്റ് എഞ്ചിനീയർ ഉണ്ടാവില്ല എന്നുള്ളത് ഒരിക്കലുമില്ല. അവിടെ ഒരു സൈറ്റ് എഞ്ചിനീയർ ആവശ്യമില്ല. ഒരു പക്ഷേ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വർക്ക് എന്ന് പറയുന്നത് 24/7 അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പക്ഷേ സൈറ്റ് എഞ്ചിനീയർ എവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഓഫീസ് സ്പേസിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 24 hours വേണമെങ്കിൽ വർക്ക് എന്ത് ചെയ്യാം, അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നോർമലി നമ്മൾ നോക്കുന്ന ഒരു വർക്ക് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മതി അല്ലേ. ഇപ്പോൾ നമ്മളൊരു 10 റോബോട്ട്സുകൾ ഉണ്ടെങ്കിൽ അഡീഷണലി നമ്മുടെ കയ്യിൽ ഒരു 5 റോബോട്ട്സ് കൂടി ഉണ്ടെങ്കിൽ ഒരു 5 റോബോട്ട്സിൻ്റെ ചാർജ് കഴിയുമ്പോൾ അടുത്ത റോബോട്ട്സുകൾ ഡ്യൂട്ടിക്ക് കയറുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ വർക്കിന് എന്തുണ്ടാവില്ല, വർക്ക് ഒരിക്കലും സ്റ്റക്ക് ആവില്ല എന്ന് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇതിന് എന്തെല്ലാം തരം മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്, എറേഴ്സുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 2050 ലോകം മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജി ആയിട്ട്, അല്ലെങ്കിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് മേഖല മാറാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2050 നമ്മൾ ഈ വീഡിയോയുടെ തമ്പനിയിൽ നിങ്ങൾ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2050 കൂടി സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ജോലി പോവും എന്നാണ് ഞാൻ ആ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ജോലി പോവുകയല്ല. ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിനൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ആരായിരിക്കും, സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ഇതിനെ ഈ ഒരു ചാറ്റ് ബോട്ടിന് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു സിവിൽ എഞ്ചിനീയർ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും ആ സിവിൽ എഞ്ചിനീയർ എങ്കിൽ, നിങ്ങൾ ആ മേഖലയിൽ ഏറ്റവും എന്താ പറയുക അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജോലി ഒരിക്കലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ കാലഘട്ടത്തിലും ഇതേപോലെ ടെക്നോളജികൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഒരിക്കലും മനുഷ്യൻ്റെ ജോലി നഷ്ടപ്പെടുത്തുകയല്ല, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് എന്ത് ചെയ്യാണ്, പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം നഷ്ടപ്പെടുമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേ കണക്കുകൾ തന്നെ പറയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ഏതാണ്ട് 70 ലക്ഷത്തോളം പുതിയ ജോലികൾ നിർമ്മിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജോലികൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ജോലികൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ അവസരങ്ങൾ നഷ്ടമാവില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്,
ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് കാലഘട്ടത്തിലും ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡിസൈനിനെ കുറിച്ച് അറിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിം മോഡലിംഗ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒട്ടനേകം ടെക്നിക്കലായിട്ടുള്ള അപ്സ്കില്ലിംഗ് മേഖലകളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നിങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സിവിൽ എഞ്ചിനീയർ എന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.